ഓൾ ടു ദ ന്യൂ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂര് എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ഗസ്റ്റ് ഹൗസ്. കണ്ണൂർ ഗസ്റ്റ് ഹൗസ്, ലൈറ്റ് ഹൗസ്, ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗസ്റ്റ് ഹൗസിലാണുള്ളത്. അപ്പോൾ ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 20 രൂപ പ്ലസ് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ 20 റുപ്പീസ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വരുന്ന വഴിയാണ്. ഓക്കെ, പിന്നെ വേറെന്താ, നമ്മളിതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വരും. അത് പറ്റുന്ന ക്യാമറാസ് ഉണ്ട് കേട്ടോ. വിത്തോട്ട് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങ് അപ്പുറത്താണ്. ഇത് നിറച്ച് ഇത് മൈലാഞ്ചി ഉണ്ടോ, മൈലാഞ്ചി എന്താ കാണാനുള്ള. നമുക്ക് ചെന്ന് നോക്കാം. നമ്മൾ അപ്പുറത്താണ് വിചാരിച്ചത്. ബീച്ചൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ ആ ബീച്ചിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു എക്സാം, PSC എക്സാമിൻ്റെ ടൈമിൽ. അതേതായിരുന്നു എക്സാമിനേഷൻ്റെ ഡേ? അതേതായിരുന്നു? അപ്പുറത്ത് വേറെ എന്തോ ആണ്. ഇത് ശരിക്കും ഇത് പയ്യാമ്പലത്താണുള്ളത്. നമ്മൾ പയ്യാമ്പലമാണ് ശരിക്കും. ഇത് പയ്യാമ്പലം ഗസ്റ്റ് ഹൗസ്. നിറച്ചും തെങ്ങാണ്, നിറച്ചും തെങ്ങാണ്. ദീപസ്തംഭം എന്നാണോ സംഗ്രഹാലയ, ദീപസ്തംഭ സംഗ്രഹാലയ. എന്തോ എനിക്കറിയില്ല കേട്ടോ, അതങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. 10ാം ക്ലാസ്സിൽ ഹിന്ദി പഠിച്ചൊരു ഇതിൽ വായിച്ചതാണ്. ലൈറ്റ് ഹൗസ് മ്യൂസിയം. ഇരിക്കാനൊരു സ്ഥലമുണ്ട് ഇങ്ങനെ. നമ്മുടെ അബ്ദുൽ കലാംജി കലാം സാറുണ്ട് അവിടെ. അപ്പുറത്തേലൂട്ട് ഇതിലേ അങ്ങ് പോകാടാ. 1 മണിക്ക് ഇത് ക്ലോസ് ചെയ്യുന്നാണ് പറഞ്ഞത്. അതാ ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസ്. ഇതിങ്ങനെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലം. സീ ദ ബ്യൂട്ടി ഓഫ് ദ സീ. കണ്ണൂര് അയ്യോ. ലെറ്റ്സ് ഗോ ദേർ. ലൈറ്റ് ഹൗസ് കയറിയിട്ട് വരാം. അവിടുത്തെ വരെ ഇതെന്തോ സോളാറാണ്. ലൈറ്റ് ഹൗസ് എന്താണെന്ന് എനിക്കറിയില്ല. ചെരുപ്പൊക്കെ നമ്മളിങ്ങനെ ഇവിടെ. ഇത് കൊച്ചിൻ ലൈറ്റ് ഹൗസിൻ്റെ മാപ്പ് കാണിച്ചിട്ടുണ്ടല്ലേ. കണ്ണൂർ ലൈറ്റ് ഹൗസ്, ലൊക്കേഷൻ, എലിവേഷൻ, ടവർ. സൂപ്പർ. വീഡിയോ എടുക്കണ്ട, കുറേ ലവേഴ്സാണ് നമ്മളവരുടെ ജീവിതം തകർക്കണ്ട. ഈയൊരു എന്തായാലും പറയാം, കോയിൽ പോലെ. കോവിലല്ലിട്ട് കോയിൽ. ഇങ്ങനത്തെ പടികളാണ്. നമ്മൾ മറ്റേ എന്താണ് ഫോളി ഇല്ലേ, ഫോളി ഇങ്ങനെ. മൈ മാൻ. എൻ്റെ ദൈവമേ, കുറേ പോവാണ്ട്, കുറേ കയറാണ്ട്. നടക്കുന്നതേ ഇഷ്ടമല്ലാത്ത വിഷ്ണു ഗംഗാധരനിതാ കയറണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ എനിക്കും അടുത്തു. ബാഗ് ഇവിടെ വെച്ചു. ബാഗിൻ്റെ കൂട്ടത്തിൽ കയറാൻ പറ്റുന്നില്ല. ബ്രിട്ടീഷുകാർ ഇവിടുന്നൊക്കെ ഒരു വിൻഡോയിലുള്ള കാഴ്ചകളാണ്.
ഇങ്ങനെയാണുള്ളത്. കയറാം. ഇല്ല ഇങ്ങനെ കയറണം അല്ലേ? അയ്യോ, എങ്ങനെ പോവും? അയ്യോ, എനിക്ക് പറ്റും തോന്നുന്നില്ല. കയറേ, കയറും. എത്തിയാ? എന്നെ കൂട്ട്. അയ്യോ, എനിക്ക് കാണാൻ പേടിയാവുന്നു. ഇങ്ങനെ ഇറങ്ങും, അതിൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങും. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല കാറ്റല്ലേ അവിടെ നിന്ന് അതിൻ്റെ മുകളിൽ കയറിയ ഫുള്ളും എല്ലാ സ്ഥലങ്ങളും കാണാം കേട്ടോ. അവിടെയുള്ള പയ്യാമ്പലം ബീച്ച്. പയ്യാമ്പലം ബീച്ച്. ഒരു വെയിലാണ്. ഓ, രാവിലെ വരണം. എൻ്റെ ഹൈറ്റ് കണ്ടാൽ പേടി വരും കേട്ടോ. ഇത്രയും ദൂരത്ത് നമ്മൾ വന്ന് നോക്കണ്ട, പേടി വരുക. കയറി വന്നാലും ഇങ്ങോട്ടേക്ക് കുറെ കാണാനല്ലേ. നോക്കുന്നതാണ് അപ്പോൾ എന്താ
ഗൈസ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാ താഴോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ആയതുകൊണ്ട് ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടാ പോയി. ഇവിടെ സംസാരിക്കുമ്പോൾ എക്കോ അടിക്കുന്നുണ്ടല്ലേ. വേറെ ഇതല്ലേ വ്യൂ ഉണ്ട്. നേരത്തെ കാണിച്ചായിരുന്നല്ലേ. വർക്ക് അടിപൊളി. എന്ത് എല്ലാരും പോയി. ഇത് മാത്രമേ കാണാനുള്ളൂ അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ കാണാൻ. അതെ, കണ്ണുണ്ടോ പൂച്ചനെ പോലെ ഉണ്ട്. 1 2 3 4 5 ക്യാമറകളാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 ക്യാമറ ആയിട്ടും പവർ കുറവ്. ഓക്കെ സമയം നമുക്കൊന്ന് മ്യൂസിയം കൂടി കാണണം ഗൈസ്. ഞങ്ങൾ ക്യാമറ എടുക്കാൻ മറന്നുപോയി. അല്ല, ക്യാമറയല്ല, മൈക്ക് ഉണ്ടായിട്ട് ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. മറ്റേ നമ്മൾ മുകളിൽ നിന്ന് എടുത്തപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ബിക്കോസ് നല്ല കാറ്റല്ലേ. ഇനി നമ്മൾ ഇതുപയോഗിച്ച് നല്ല പവറിൽ സംസാരിക്കാം. ഓക്കെ, നമുക്കൊന്ന് മ്യൂസിയം കണ്ടിട്ട് വരാമല്ലോ. മ്യൂസിയം കണ്ടിട്ട് വരാം. എന്തായാലും മൈക്ക് വാങ്ങുന്നവര് വാങ്ങിക്കോടി. എന്തായാലും അടിപൊളി സാധനമാണ്. എന്തായാലും പേര് അതിന്റെ സൂപ്പർ സൂപ്പർ. മൈക്കിന്റെ പേരറിയില്ല ഇയാൾക്ക്. പേരറിയില്ല അതിന്റെ. ഇയാൾ എന്താണ് റിവ്യൂ ചെയ്യുന്നത്? ബ്രാൻഡിന്റെ പ്രൊമോഷൻ കൊടുക്കണ്ട നമ്മൾ എന്തായാലും. അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? അല്ല, പറഞ്ഞായിരുന്നു അതിന്റെ പേര്. പെട്ടെന്ന് നോക്കിയാൽ കിട്ടൂല. ജെനി നാറോ എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് മൈക്കാണ്. ഫുഡ്വെയർ പാദരക്ഷകൾ പുറത്തു. ടിക്കറ്റ് അവിടെ നിന്ന് തന്നായിരുന്നു. ലൈറ്റിംഗ് apparatus used at പോർബന്ദർ ലൈറ്റേഴ്സ്. ലൈറ്റിംഗ് apparatus പോർബന്ദറിൽ ഉണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ. ഗാന്ധിജിയൊക്കെ ജനിച്ച പോർബന്ദറിൽ. ഇതാണ് ദീപനൗക. കടലിലെ പാറകളും. ഇത് ദീപനൗക എന്നാണ് പറയുന്നത്. പെരുകിയത് എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ പിന്നെ കടലിലുണ്ടായിരുന്ന പാറകൾ, അതുപോലെ തന്നെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നാവിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ പാറയുണ്ടെങ്കിലും അല്ലെങ്കിൽ ആഴം കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് മാർക്ക് ചെയ്ത് വെക്കണം. നല്ല ഒഴുക്കുള്ളപ്പോഴും അതുപോലെ തന്നെ നല്ല തിരകളൊക്കെ ഉള്ള സമയത്ത്, പിന്നെ പാറകളുടെ ഉപ്പ് കുറവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദീപസ്തംഭങ്ങൾ അവർക്ക് നിർമ്മിക്കാൻ പറ്റാണ്ട് വരും. ഇങ്ങനെയുള്ള സമയത്ത് ഒരു ദീപനൗക സ്ഥിരമായിട്ട് നങ്കൂരമിട്ട് വയ്ക്കും. അതാണ് ഈ ദീപനൗക എന്ന് പറയുന്നത്. സാഗർ ദ്വീപ് അതെച്ചാൽ യൂഗോസ്ലാവിയയിലെ ഒരു കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച സാഗർ ദ്വീപ് 1964 ആണ് ലൈറ്റ് ഹൗസ് വിഭാഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. കപ്പൽശാലകളിലും അപകട മേഖലകളിലും നാവിക സഹായികളായ ബോയകൾ സ്ഥാപിക്കുവാനും പരിപാലിക്കുവാനുമുള്ള സാധന സാമഗ്രികൾ എത്തിക്കുവാനും ഗ്യാസ് ഫ്ലാഷർ വിളക്കുകളുടെ ദ്വീപുകളിൽ യഥാസമയം അസറ്റലീൻ ഗ്യാസ് കുറ്റികൾ എത്തിക്കുവാനും ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നു. ഗ്യാസ് കുറ്റികളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഗർ ദ്വീപ്. 1971 ഇന്ത്യ-പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നേവിയുടെ സഹായ കപ്പലായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2001 പ്രവർത്തനം അവസാനിപ്പിച്ചു. 2001
പ്രവർത്തനരഹിതമായത്. സാഗർ ദ്വീപ് ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് കാപ്പിലറി വിളക്കുകൾ. കാപ്പിലറി എന്ന് പറഞ്ഞാൽ മറ്റേ കാപ്പിലറി റൈസ് ഒക്കെ കേട്ടില്ലേ, അതാന്ന് തോന്നുന്നു കാപ്പിലറി റൈസ്. ഇത് കാപ്പിലറി ലാമ്പാണ്. കാപ്പിലറി ലാമ്പ് എന്താണ് അലഡിൻ ലാമ്പാണിത്. അലഡിൻ ലാമ്പ് ഇതെന്ന് പറയുന്നത് ഇതും അലഡിൻ ലാമ്പിൻ്റെ ഒരു വലിയൊരു സംഭവമാണ്. തീക്കുണ്ടങ്ങൾക്ക് ശേഷം വന്ന 2ാം തലമുറ വെളിച്ച സ്രോതസ്സുകളായിരുന്നു ഇവ. ഇത് വെളിച്ചം തരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്രോതസ്സുകളായിരുന്നു. ഈ തിരുവിളക്കുകളാണിത്. സസ്യ എണ്ണകളും പിന്നീട് മണ്ണെണ്ണയുമാണ് ഇതിൽ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിച്ചത്. സസ്യ എണ്ണയും മണ്ണെണ്ണയൊക്കെ ആയിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് ക്ലോസിങ് ടൈമാണ്, അപ്പോൾ വേഗം നോക്കിയിട്ട് പോകാം. ഇതാണ് ഫോഗ് ബെല്ല്. ഇവിടെ ഉണ്ട് കേട്ടോ, റാക്കൂണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സംഭവം എത്ര മണി? 12:56 4 മിനിറ്റും കൂടി ക്ലോസിംഗ് ടൈം ആയി. മോട്ടോറും ദ്വീപുകളും ഇതാണ്. പക്ഷെ എല്ലാം കാണിക്കാൻ പറ്റില്ല. ടച്ച് സ്ക്രീൻ എന്താണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്സ്. നമ്മളെ തെയ്യം, കണ്ണൂരിൻ്റെ തെയ്യം വിനോദം വീഡിയോ പ്രദർശന മുറിയുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ വീഡിയോസൊക്കെ കാണിക്കും ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ഇതെന്താ, ഇത് മറ്റേ ഇതില്ലേ പാട്ട് സെക്സ്റ്റൻസ്, അറിയില്ല സംഭവം എന്താ. മുകളിൽ സ്ഥലമുണ്ട്, നല്ല പാടുണ്ട് കയറി. തിരിച്ചിറങ്ങണം. 7 wonders of ancient world. 2 were lighthouses: Pharos of Alexandria, Colossus of Rhodos. Colossus ഉണ്ടല്ലോ, കൊളോസസ് സ്റ്റാമ്പ്സ് ഓൺ ഇന്ത്യൻ ലൈറ്റ് ഹൗസിൻ്റെ സ്റ്റാമ്പുകൾ. കൊളോസസ് ഓഫ് റോഡോസ്, വെള്ളിച്ചേരി ഒപ്റ്റിക്ക്, മറൈൻ നോട്ടിഫിക്കേഷൻസ്. പണ്ടുണ്ടായിരുന്ന മറൈൻ നോട്ടിഫിക്കേഷൻസ് ആണിത്. ഫോർട്ടുകളിൽ വന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ ലൈറ്റിംഗ് അപ്പാരറ്റസ്. ഇത് ഫസ്റ്റ് യുദ്ധങ്ങളുടെ ഒക്കെ സമയങ്ങളിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷൻ ലൈറ്റിംഗ് അപ്പാരറ്റസ്. ലൈറ്റിംഗ് അപ്പാരറ്റസ് മീൻസ് എന്താണ്, ഒരു ഉപകരണം എന്നുള്ള രീതിയിൽ ലൈറ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നതായിരുന്നു. സ്പെഷ്യൽ കവേഴ്സ് ഓൺ ഇന്ത്യൻ ലൈറ്റ് ഹൗസസ്. ഇന്ത്യൻ ലൈറ്റ് ഹൗസസിൻ്റെ കവേഴ്സ്. ക്ലോസിംഗ് ടൈമാണ്. താങ്ക് യു. നോക്കി വാ. ഇതെന്താ വെച്ചാല് മിനിക്കോയ് ഉണ്ടല്ലോ, കവരത്തി മിനിക്കോയ്. അവിടുത്തെ മിനിക്കോയ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന 1885 to 1962 വരെയുള്ള സമയത്ത് ഫസ്റ്റ് ഓർഡർ ലാർജ് റിവോൾവിംഗ് ഒപ്റ്റിക് ആയിരുന്നു ഇത് കേട്ടോ. ഇംഗ്ലണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തത്. ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ദ ഐലൻഡ് ടു ദി നോക്ക് ഡൗൺ കണ്ടീഷൻ. Revolving optics are to be rotated in constant speed to keep the image character of light. At Minicoy, this apparatus was producing a light flash in every 30 seconds, and the optic took 3 minutes to complete one's rotation. 3 minutes ആണ് ഈ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. 13 സെക്കൻഡ് കൂടുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു. To rotate the optic, the gravitational force of the chain wound on the clock drum was converted to a revolving movement and constant speed by the clockwork mechanism. This optic was largely used at Megapatinam Lighthouse in Tamil Nadu, coast during the period of 1970 to 1984. ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഇത് തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇങ്ങനെ 30 ഇതിലൊക്കെ. पीने का पानी मैं बोतल में डाल
ഡാൽ എന്ന് പറഞ്ഞാൽ ഇടുക എന്നല്ലേ. ഇറ്റ്സ് നോട്ട് ടണ്ടാപ്പാനി. തണുപ്പിന് വെള്ളം കളയല്ല. ടണ്ടാപ്പാനി നെഹി. ഇവിടൊക്കെ വെള്ളം കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ പണിയാണ്. നമ്മുടെ നാട് പോലെയല്ല. എന്ത് പണിയാ ഇത് വേറെ എവിടെ നിന്നൊക്കെ കൊണ്ടുപോയി വരുന്നു. പൈസയും കൊടുത്ത് വാങ്ങുന്നല്ലേ. സോ വാട്ട്, ഓരോരുത്തരുടെ 40 രൂപ ടിക്കറ്റ്, 20 രൂപ ടിക്കറ്റ് എല്ലാവരുടെ നിന്ന് വാങ്ങുന്നില്ലേ. അപ്പോൾ അതിന് വെള്ളം മറിച്ച് കളയാണ്. ഇറ്റ്സ് ഓൺ ബൈ സെൻട്രൽ ഗവൺമെന്റ്, സോ ദേ ഹാവ് ഇനഫ് മണി facilitate water for the passengers, not passengers for the എന്താണ് ഇവരെന്താ പറയാ, നമ്മളെ പോലത്തെ കാണാൻ വരുന്ന ആളുകളെ എന്താ പറയാ അവർക്ക്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് നമ്മുടെ കണ്ണൂരാണ്. ഇത് അടുത്താണ് കന്റോൺമെന്റ് ഹൗസ്. ഈ വെയിലത്ത് നമ്മളെ പോലെയുള്ളവരെ വാർക്കിൽ വരുന്നു. This is only for taking videos and uploading it on YouTube. ക്യാമറയിലാണോ? ഒരുപാട് തെങ്ങുണ്ട് കേട്ടോ അവിടെ. ചെന്തെങ്ങ്. ചെന്തെങ്ങിൻ ചുവപ്പ്. ഞാൻ ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്തിട്ടാണ് നടക്കാറുള്ളത്. ബിക്കോസ് സുഷിൻ ചേട്ടൻ്റെ കൂടെ പോകുമ്പം എപ്പോൾ വേണമെങ്കിലും വെയിലത്തിറങ്ങേണ്ടി വരും. നീ ഒറ്റക്ക് പോകുമ്പോൾ വെയിലത്തിറങ്ങല്ലേ? നമ്മള് തിരിച്ചു വിട്ടാ. അവിടെ ഗേറ്റ് ക്ലോസ് ആയോന്ന് അറിയില്ല. നമ്മൾ ഗേറ്റ് ചാടും. അയ്യോ, എന്റെ വീഡിയോ ഓണല്ലേ. ഒന്നുമില്ല, ക്രോസിംഗ് ടൈമായി. തിരിച്ച് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കാണ്. ക്രോസിംഗ് ടൈമായി. 1 മണി വരെ ഉള്ളു അല്ലേ? രാവിലെ 9 മണിക്ക് തുറന്നിട്ട്. ഹിന്ദി കുട്ടികളൊക്കെയാണ്. അവർ മിലിറ്ററി ഓഫീസിന്റെ അവരുടെ സ്കൂളൊക്കെ ഉണ്ടാവില്ല ഇവിടെ, മിലിറ്ററി സ്കൂൾ. അവിടെ ഹിന്ദി കുട്ടികളൊക്കെ അങ്ങനെ വന്നിട്ടില്ലാന്ന് തോന്നുന്നു. മൈലാഞ്ചി, അവിടെയൊക്കെ മൈലാഞ്ചി ഒരു അലങ്കാര ചെടിയായി വളർത്തും. എന്റെ വീട്ടിലൊക്കെ വളരുമ്പോ അമ്മ കുത്തിക്കളയും. നിങ്ങൾ കണ്ടിട്ടില്ലേ കിണറ്റിന്റെ വശത്ത്? പുൽത്തകിടിയെ നടക്കാൻ പാടില്ല, പുൽത്തകിടിൽ നടക്കാൻ. തിരിച്ചിവിടെ എത്തി. നമുക്ക് തുറക്കാം. 1 മണിയായി. ഞങ്ങൾ തിരിഞ്ഞ് നടക്കാണ്, തിരിച്ചു പോകുന്നു. ദീപസ്തംഭ സംഗ്രഹാലയത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഭാരത സർക്കാർ കപ്പൽ നാവികേഷൻ. അവിടെ പോയി ഒരുപാട്. ഓക്കെ, ബായ്. ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വെറുതെ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്, അപ്പോൾ കമൻ്റൊക്കെ വായിക്കണം. അതിനാരെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലവിൻ്റെ ഇമോജിയെങ്കിലും ഇടണം. പിന്നെന്താണ്, എല്ലാവരും പറ്റുവാണെങ്കിൽ ഇതൊക്കെ വന്ന് കാണണം അല്ലേ? ഇത്രയേ ഉള്ളൂ. വണ്ടി തട്ട അവിടെ ഉണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുവാണ്. നമ്മളെ പൈനാപ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. എന്തേ അവർക്ക് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. ഇതിപ്പോ അവരെ കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോ അയ്യാമ്പലം ബീച്ച് പണി കിട്ടിയതാ. എനിക്ക് ഒരു ദിവസം ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ എടുത്തപ്പം അവർ ഞാൻ സ്പോൺസർ ചെയ്യും. എനിക്ക് പൈനാപ്പിൾ മതി.
വത്തക്ക ജ്യൂസാ മോര് പിടിച്ച തൂറ്റിലിളകും വേണ്ട. വത്തക്ക ജ്യൂസ് ഒരു വത്തക്കാണ് അല്ലേ ഇതെന്താണ് പൈനാപ്പിൾ ജ്യൂസ്. നമുക്കൊരു സംശയമുണ്ട്. മുണ്ടുണ്ട്. ഞാൻ വത്തക്ക കഴിക്കുമ്പോൾ ഇതിൻ്റെ കുരുവല്ലേ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കലേ. പക്ഷെ ഞാൻ കണ്ടതിൽ പകുതി എൻ്റെ ഫ്രണ്ട്സും കുറേ ആൾക്കാർ ഞാൻ ചിറ്റാരി പോയപ്പോൾ അവിടെ അശ്വിൻ്റെ അവരെല്ലാവരും കുരു അടക്കം കഴിക്കുക. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ കുരു എന്താ കഴിക്കൂലേ? അപ്പം പറഞ്ഞ് കുരുവല്ല അത് കളയാൻ എത്ര ടൈം എടുക്കും, ആ ഒരു കുഞ്ഞു സാധനമല്ലേ എന്ന് പറഞ്ഞാൽ അത് അടക്കം ചവയ്ക്കും. പിന്നെ ഞാനും ചവക്കാൻ തുടങ്ങി. നമ്മളിതാ പയ്യാമ്പലം ബീച്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് പാർക്കല്ലേ? ബീച്ചപ്പുറത്തും കുറേ ആയല്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ടിക്കറ്റ് എടുക്കും എത്ര ഒരാൾക്ക്? അതിൽ 10 ഇപ്പം 20 ഉണ്ടോ? എന്ത് ചെയ്തിട്ടുണ്ട്? ബൈസിലുണ്ട് നോക്കണം. ചില്ലറ ഇല്ല, 100 ഉള്ളൂ. 120 ഉണ്ട്. ഒരു 20 ഉണ്ടോ? നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടാ. ടിക്കറ്റ് എടുത്ത് കയറി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഒരുപാട് ലവേഴ്സ് ഉണ്ടാവും, പക്ഷെ നമ്മളവരുടെ വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം എടുക്കാതിരിക്കണം. പിന്നെന്താ, നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നോക്കണം വിശേഷിച്ചിട്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ചെയ്യും. നല്ല തണലാട്ടാ, തണൽ മരങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ ഫോട്ടോ എടുക്കണേ കുറച്ച് കഴിഞ്ഞിട്ട്. നല്ല രസമുണ്ടല്ലേ? പിന്നെ എന്താ, നമ്മൾക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇതുമായിട്ട് അല്ലേ? പയ്യാമ്പലം ബീച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം പറയാൻ പറ്റില്ല, പിന്നെ പറയാം. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറയാം. ഇതിൽ നമുക്ക് ചെയ്ത് നോക്കണം. അവിടെ ഞാവല്, പണ്ടൊക്കെ ഞാവല് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 6 വർഷത്തിലധികത്തെ മെമ്മറി ഉണ്ട്. 6 വർഷത്തിലധികത്തെ മെമ്മറി ഉണ്ട് നമ്മുടെ ഈ പാർക്കിന്, നമ്മളോടുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അല്ലേ? അയ്യോ, അങ്ങോട്ടൊന്നും എടുക്കല്ലേ, ആൾക്കാരുടെ ലവേഴ്സിനൊന്നും എടുക്കല്ലേ. നമ്മൾ പണി വാങ്ങിച്ചു കൊടുക്കരുത്. ആൾക്കാർ അറിയാണ്ട് തട്ടൊക്കെ ഇട്ടിട്ട് വരുന്നവരാ. ഫസ്റ്റ് ഇവിടെ വന്നിട്ട് കൊറേ സമയം സംസാരിക്കായിരുന്നു അല്ലേ? ഇവിടെയൊക്കെ ഇരുന്നിട്ട്. ഇത് മാത്രല്ല, ആ ബേക്കില് വലിയൊരു ആദ്യം ഇത്ര തണലില്ല, അപ്പൊ ബേക്കിലായിരുന്നു നല്ല തണല്. നല്ല മുളകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ വന്നായിരുന്നു നമ്മൾ സംസാരിക്കാറുള്ളത്. ഇപ്പം കൊറേ വർഷമായില്ലേ? ഒരുപാട് വർഷം, 4-5 വർഷമായിട്ടുണ്ടാവും അല്ലേ? 6 വർഷം. 6 വർഷം ഫസ്റ്റ് ടൈമിലല്ലേ? നോക്കിയേ, ഏതോ ലവേഴ്സ് അവരുടെ മോതിരങ്ങൾ ഇവിടെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കാണുന്നില്ല. ഇതാ ഫോക്കസ് 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 ഫോക്കസ്. നിങ്ങൾ കണ്ടില്ലേ അല്ലേ? ഇപ്പഴാ കണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ വരും. അതിലൂടെ പോവാൻ പറ്റും. അതിപ്പോ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ക്ലോസ് ചെയ്ത് മരങ്ങളൊക്കെ കൊണ്ട് വെച്ച്. വിഷ്ണുട്ടേ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു. കരിവേപ്പില. നമ്മള് കരിവേപ്പില പെട്ടെന്ന് കേട്ടാൻ വേണ്ടി പറയും. കറിവേപ്പില കറി എന്ന് പറയും. നമ്മള് കറിവേപ്പില, കറിയിലിടുന്ന വേപ്പിലയാണ്
കറിവേപ്പില അല്ലേ? യാ അവിടെ ഇത് ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു ഇത് കുട്ടികൾ ക്ലോസ് കളിക്കുമ്പോ. ചെയ്തട്ടാ. മൊത്തം ഇത് ഫുൾ ഓപ്പൺ ആയിരുന്നു ഇവിടെ. ഒരുപാട് മറ്റേ എനിക്ക് മീൻസ് ഹേർട്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള മെമ്മറി ഒക്കെ ഈ പാർക്കുമായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയുന്നതായിരിക്കും അല്ല വിഷ്ണു ചേട്ടി. എന്താ വെച്ചാ അതങ്ങനെയാണ്. അപ്പൊ നമ്മൾ പണ്ട് പറയായിരുന്നു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ കൂട്ടിയിട്ട്, ഓർക്കുന്നുണ്ടാ? കുട്ടികളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ വരും, ഇവിടെ അന്നേരത്ത് ഇങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ കളിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയായിരുന്നു നടന്നു പോകും. അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. എന്താ വിഷ്ണു ചേട്ടിക്ക് അന്നേരത്ത് ആദ്യം പ്രേമിക്കുന്ന സമയത്ത് ആദ്യം എന്താണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചേട്ടിക്ക് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് തേപ്പിന്റെ പണിക്ക് പോകും, കല്ലിന്റെ പണിക്ക് പോകും. ആ സമയമായിരുന്നു എനിക്ക് എന്താ അതായത് ചേട്ടയ്ക്ക് വെച്ചാൽ എന്താണ് എവിടെയെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും പണിക്കായിരിക്കും. ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മളിപ്പം പാർക്കിലൊക്കെ വരണമെന്ന് വെച്ചാൽ പൈസ വേണ്ടേ. അപ്പൊ അന്നേരത്ത് ബസ്സിന് കൊടുക്കാൻ പോലും പൈസ ഇല്ലേനു അല്ലേ. അതൊക്കെ ഓർക്കുമ്പോ എന്നാലും എപ്പെങ്കിലും പക്ഷെ പാർക്കിലൊക്കെ പോവാണ്ടിരിക്കാലോ. പക്ഷെങ്കിൽ പ്രേമിക്കുമ്പോ അതൊക്കെ മസ്റ്റ് ഹാവ് ആണല്ലോ. പാർക്ക് പോവാ, സംസാരിക്ക അല്ലേ? സുജന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ പറയുമ്പോ. അതൊക്കെ ഒരു കാലം. ഭക്ഷണം വാങ്ങി കഴിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. വെള്ളം, ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപയോ 18 അങ്ങനെ എന്തുവായിരുന്നു. അത് കൃത്യം വെള്ളത്തിന് ഇത്ര പൈസ, ഒരു ഇതിന് എത്ര പൈസ, ബസ്സിന് എത്ര പൈസ എന്നൊക്കെ കൃത്യം എടുത്തിട്ട്. അപ്പൊ അന്ന് എന്റെ കയ്യിൽ ഞാൻ എന്തും പറഞ്ഞു വീട്ടിൽ നിന്ന് എടുക്കും. വിഷ്ണുന്റെ കയ്യിലില്ല, എന്റെ കയ്യിലും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ ഇവിടം വരെ. ഒന്നും ഉണ്ടായില്ല. പക്ഷെ അന്നേരം എനിക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എങ്ങനെയായാലും നമ്മളൊരു പൈസ ഉണ്ടാക്കും, ഏൺ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ക്യാമറ ഇങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, ഞാൻ പറയാം എന്താ വിഷ്ണു ചേട്ടി ആദ്യം സ്നേഹിക്കുന്ന സമയത്ത് ഒന്നുമില്ല, 0 എന്ന് പറഞ്ഞ 0 ആയിരുന്നു അല്ലേ. ഒരു എന്താ പറയാ അങ്ങനെയായിരുന്നു. ഞാനും അതെ, രണ്ടുപേരും അങ്ങനെ. ഇപ്പൊ വിഷ്ണു ചേട്ടൻ്റെ PSCന്റെ ലിസ്റ്റിലൊക്കെ എടുത്തത് എത്ര 15-16 ലിസ്റ്റിലുണ്ട് അല്ലേ. എനിക്കത് എപ്പോഴും അതിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഞാൻ ആദ്യം കണ്ട വിഷ്ണു ചേട്ടൻ ഇപ്പൊ ഇവിടെ വരെ എത്തി എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഈ ബീച്ച് വരുമ്പോ അതെല്ലാം ഓർമ്മ വരും. ഇപ്പൊ ചേട്ടയ്ക്ക് സ്ഥിരമല്ലെങ്കിലും പഞ്ചായത്തിൽ ഓവർസിയർ ആണ്. ഇപ്പൊ മാസം പൈസ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അല്ലലില്ലാണ്ട് അങ്ങനെ തട്ടിക്കൂട്ടി പോവാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ പണിക്ക് പോയാൽ ക്ഷീണം കൊണ്ട് അല്ലേ ഭയങ്കര അവസ്ഥയായിരുന്നു. പിന്നെയാണ് പ്രഗതി പോയി പഠിച്ച് PSC എന്തെന്നാ വെറുതെ പോയി എഴുതിക്കൊണ്ടിരുന്ന വിഷ്ണു ചേട്ടയൊക്കെ പഠിച്ച് ജോലി വേണം എന്നൊരു ഫയർ കയറി അങ്ങനെ പഠിച്ചു. പക്ഷെങ്കിൽ ചേട്ടയ്ക്ക് കണ്ടിന്യൂസ് ആയി പോയിട്ടുണ്ട്. ഇപ്പൊ കയറേണ്ടി വരും. ഇപ്പൊ ഇത് കയറിയായിരുന്നു. പക്ഷെങ്കിൽ ഇതിന്റെ സംഭവം എന്താ വെച്ചാൽ ചേട്ടയ്ക്ക് കോവിഡ് ആയിപ്പോയി. കോവിഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രശ്നമായി. അപ്പൊ പഠിക്കാനൊന്നും തോന്നൂല. അന്ന് പഠിച്ചവരുണ്ട് കേട്ടോ, അങ്ങനെയല്ല. ചേട്ടയ്ക്ക് അന്ന് അങ്ങനെ ആ ഒരു ലോകം മുഴുവൻ ഇങ്ങനെ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് എന്നിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. റൂം അടച്ചിരുന്ന് രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ട് ചേട്ടൻ. പറ്റും വിഷ്ണു ചേട്ടിക്ക് തോന്നുന്നില്ലേ പറ്റുന്ന. പക്ഷെ ഒരാള് മനസ്സ് വെച്ചാൽ നമ്മളെ ഈ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്നും ഇപ്പൊ ഉള്ള ഇതിൽ നിന്നും സ്റ്റാറ്റസ് ഉയർത്താൻ പറ്റും എന്തായാലും. എവ്രിബഡി ക്യാൻ. നമ്മൾ ആദ്യം വേണ്ടൊന്നും മനസ്സൊന്നും മാറ്റണം. ഇതൊന്നും പോരാന്നുള്ളൊരു ചിന്ത വേണം അല്ലേ. വെറുപ്പിക്കുന്നുണ്ടോ നമ്മ വീഡിയോ? ഫസ്റ്റ് എല്ലാവരും 0 ആയിരിക്കും, പിന്നെ from 0 to hero. One day you will be my hero, my boy. ഇങ്ങനെയാണ്. From 0 to hero. ഉച്ചക്കത്തെ വെയിലായതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാ. പണ്ട് നമ്മളുടെ അടുത്ത് ഒരു പൈസ, ഞാൻ ഇങ്ങനെ ദാരിദ്ര്യം പറയട്ടെ, അങ്ങനെയല്ല. അതായത് പണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാർക്കിൽ വരും
അല്ലേ? ഉം. അതിനൊക്കെ ഉള്ളത് നമ്മളല്ല വിഷ്ണുന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടാവും. വലിയതൊന്നും ഇല്ലെങ്കിലും ഉണ്ട്. സോ ഐ എം വെരി കോൺഫിഡന്റ് അബൌട്ട് ഹിം. മൈ ബോയ് വിൽ ബി നമ്മളെ ഇതാ കുറച്ച് ഇങ്ങനെ പിടിച്ചേ. വാ നമുക്ക് അതിന്റെ മുകളിൽ ചെയ്യട്ടെ. അതിന്റെ മുകളിൽ ഞാനൊന്ന് അതിന്റെ മുകളിൽ ചെയ്യട്ടെ. വാ നമുക്ക് നോക്കി നോക്കാം. ആരും സാരില്ല. ഇതിന്റെ മുകളിലാണോ? ആ എങ്ങനെയാന്നൊന്നും അറിയില്ല, എന്നാലും ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാ വിഷ്ണു ചേട്ടേ? എനിക്കറിയില്ലേ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുക ചെയ്യുക. ആ നടക്കുക. കയറുണ്ടല്ലോ മുകളില്. ചെരുപ്പ് ഊരട്ടെ. കുട്ടികൾക്കുള്ളതാണോ? കുട്ടികൾക്കുള്ള വാർത്ത. പൊട്ടി നോക്കുവാ. താഴെ വീഴുന്ന നോക്കണേ. താഴെ വീഴുന്ന നോക്കണം. ഒരാൾ വരുമ്പോ കൊഴപ്പില്ല, കൊറേ ആൾക്കാർ വരുമ്പോഴേ പണി കിട്ടും. ഇവണ ട്രൈ ഇങ്ങക്ക് വരണ ട്രൈ നോക്ക്. ഞാനില്ലേ. വാ ചെയ്ത് നോക്ക്. ഷൂ ഒക്കെ ഊരണ്ടേ വരും. ഷൂ ഒന്നും ഊരണ്ട. ഒരു സുന്ദരൻ ചെറിയ പിള്ളേർക്കുള്ള സംഭവം അല്ല അല്ല, എല്ലാവർക്കും വരാൻ തോന്നുന്നു. അയ്യോ ഷൂ ഇട്ട ഊരിക്കളിക്കട്ടാ. ഷൂ ഇടരുത്. ഓ കൊഴപ്പില്ല, രണ്ടാളും വരുമ്പോ കിട്ടു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊറേ ആൾക്കാർ വരുമ്പോ നല്ല രസമായിരിക്കും. സ്മൂത്തായിട്ട് പോയി വിഷ്ണു ചേട്ടേ. നമ്മളിങ്ങനെ പാർക്കിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാണ്. എന്താ പറയാ, ഭയങ്കര വെയിലിന്റെ ചൂടായതുകൊണ്ട് തന്നെ എവിടെയും ഇവിടെ എന്താ പറയാ തണൽ തന്നെ ഇരിക്കാൻ തോന്നുന്നല്ലേ. നല്ല ചൂടാപ്പോ ഈ വർഷം. ഈ വർഷം മാത്രം നല്ല ഇതാണ്. ബീച്ചിലേക്ക് പോകാൻ പറ്റൂല ഇപ്പൊ. ബീച്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണി ചെയ്യും നമ്മളെ. ഇതന്നെയാണോ ടിക്കറ്റ്? അതാണ് 20 രൂപ. ഇതന്നെയാണോ? ഇതിലേ പോകാൻ പറ്റും. അതിലൂടെ പോകാൻ പറ്റാ? ഇങ്ങോട്ടേക്കൊക്കെ നല്ല വെയിലാട്ടാ. നമ്മൾ അടുപ്പായിട്ട് എന്തെങ്കിലും ലൈമേറ്റം കുടിക്കാം. അവിടെ വണ്ടി വെച്ചിട്ട് വരാൻ പറ്റും. ഇവിടെ ഒരു വണ്ടി ഇവിടെ വെച്ചാല് അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. പോകാൻ പറ്റില്ല. നമ്മൾ അന്ന് ആടെ വെച്ചിട്ടില്ലേ വന്നേ. പുലിമുട്ട് നിർമ്മാണമുണ്ട്. പുലിമുട്ട് ഇതില് കൊറേ മീനുകളുണ്ട്. മറ്റേ മോശം വെള്ളമാണ് പോകുന്നത്. പുഴ പോലെ വേസ്റ്റ് വാട്ടേഴ്സ് ആണ് ഇതിൽ കാണുന്നത്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പണി തീരും. അയ്യാമ്പത്തല്ലേ ഇതിവിടെ സ്മൃതി മണ്ഡപം ഉണ്ട്. സഖാവ് കോടിയേരി ഉണ്ടല്ലേ. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല പക്ഷെങ്കിൽ എല്ലാവരും ഉണ്ട്. സുകുമാർ അഴീക്കോട്, വാവ് അഴീക്കോട് സാറിന്റെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടേതും ഇവിടെ അല്ലേ. ഇത് നമ്മുടെ AV രാഘവ്, സുകുമാർ അഴീക്കോട്. മലയാള സാഹിത്യത്തിലെ ഒരുപാട് ഇത് തന്നെ.
ഇത് അധികം ചോദിക്കുന്നുണ്ടല്ലേ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ. നമസ്കാരം. തൊട്ട് നമുക്ക് വന്ദിക്കണം. മലയാളത്തിൽ ഇത് ഒരുപാട് തന്നിട്ടുണ്ട്. എം വി രാഘവൻ അല്ലേ? എം വി രാഘവനെ അറിയില്ലേ? എം വി രാഘവൻ. വിശ്രമം അറിയാത്ത മഹത്തായ ഒരു ജന്മം ഇവിടെ വിശ്രമിക്കുന്നു. നിൻ കർമ്മവീജികൾ അമൃതം സുവർണം അനന്തം അവാജ്യം അവാജ്യം. ഓ ഇ കെ നായനാർ. ഇ കെ നായനാറിന്റെ ഒക്കെ ഒരു കണ്ണുനീരും കരുത്താക്കി മാറ്റുവാൻ, നൊമ്പരം മറന്നൊന്തു മുന്നേറുവാൻ, കഴുമരത്തെയും തട്ടിത്തെറിപ്പിച്ച കരളുറപ്പായി നയിക്കുന്നു നായനാർ. എന്നും ഊർജമായി ശക്തിയായി ധൈര്യമായി വന്നു നമ്മെ നയിക്കുന്നു. 1919 ഡിസംബർ 9 ഷേക്സ്പിയർ മരിച്ചതാന്ന് തോന്നുന്നു. 1919. പി രാമകൃഷ്ണൻ KPCC ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്ന പി രാമകൃഷ്ണൻ, ഡേവിഡ് ജേക്കബ്, കെ കുഞ്ഞമ്പു മുൻ മന്ത്രി, എൻ രാമകൃഷ്ണൻ മന്ത്രി, കെ സുരേന്ദ്രൻ, എല്ലാവർക്കും ഭരതൻ, തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യ നേതാവ് ഭരതൻ. ഒരുപാട് രാഷ്ട്രീയക്കാരെ. ഗോവിന്ദന്റെ സ്മാരകം ഇവിടെയുണ്ടോ? ഗോവിന്ദൻ സഖാവിന്റെ എവിടെ? റീത്തുകളൊക്കെ കാണുമ്പോ ഒരു പേടിയുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ നമ്മുടെ AKG ഇങ്ങോട്ടാ. ഇതാണ് AKGന്റെ നമ്മുടെ AK ഗോപാലൻ. പട്ടിണി ജാഥ അല്ലേ? AK ഗോപാലൻ കേരളത്തിന്റെ പട്ടിണി ജാഥ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ എവിടെ നിന്ന് എവിടത്തേക്കാ പട്ടിണി ജാഥ നടത്തിയ? പയ്യന്നൂർ ടു ചെന്നൈയോ അങ്ങനെ എന്തോ ആണ്. മദ്രാസ് ചെന്നൈ പട്ടിണി ജാഥ ഒക്കെ നടത്തിയ സഖാവാണ്. ഇവരൊക്കെ തൊട്ട് വന്ദിക്കണം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി അദ്ദേഹം പിന്നെ എന്തോണോ എന്തിനും എതിരായിട്ട് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവീന്റെ അല്ലേ പത്രം? മൗലവീന്റെ എങ്ങനെ തോന്നുന്നു പത്രം. ഒരു പട്ടിക്കുട്ടി നോക്കി ഇങ്ങോട്ടൊക്കെ. അവര് പിന്നെ 3 ആളാണ് കടന്നേക്കുന്നത്. സ്വദേശാഭിമാനിന്റെ കാവല്. സ്വദേശാഭിമാനിക്ക് കാവല് കടന്നതാ KP ഗോപാലൻ, K നാണു, R കൃഷ്ണൻ, MT കരുണാകരൻ. ഇനി നമ്മുടെ ഇതാരാണ്? ഭാരത് മാതാ കി ജയ്. വൈശാഖ്, നമ്മളെ വൈശാഖ് ഇല്ലേ അന്ന് മരിച്ചേ 2020 ആർമിക്കാരൻ വൈശാഖ്. ശ്രീ രമേശ് ഗുരുജി, സ്വാമി അബു, എന്താണ് അവരുടെ പേര്? പുരുഷോത്തമൻ, പ്രതീക്ഷ സജേഷ് കുമാർ, പ്രതീക്ഷ സജേഷ്, വീരബലിദാനി. സ്വാന്ന് വെച്ചെന്താ? മറ്റേ ഇവരുതാണല്ലേ. സ്വാന്ന് ഉദ്ദേശിച്ചെന്താ? അതായത് സ്വർഗീയൻ. മറ്റവരുടെ BJP-ക്കാരുടെ സ്വർഗീയ സച്ചിൻ ഗോപാൽ. ഇങ്ങനെ ഭാസ്കരനുണ്ട്. അങ്ങായിരിക്കും. അതായിരിക്കും വിഷ്ണു ചേട്ടാ. ഇങ്ങ് വാ. അതൊന്നല്ല, അങ്ങണ്ട്. ഞാൻ നോക്കിട്ട് വരാം. വേര് കൊള്ളാൻ പറ്റുന്നില്ല. അതേപോലത്തെ വേരിട്ട അവിടെ ഒന്നും ഇല്ല. അത് വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പണി കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? TP ബാലകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. പോവല്ലേ? വേര് കൊള്ളാൻ കഴിയില്ല. K ബാലകൃഷ്ണൻ വേഗം വാ. എനിക്ക് പനി പിടിച്ചു കഴിഞ്ഞാണ്ടല്ല, പാരസെറ്റമോൾ കഴിക്കാൻ പറ്റില്ല. അലർജിയാ. കിടപ്പിലാവും. എക്സിക്യൂട്ടീവ് മെമ്പർ കടമ്പൂരാൻ. KC കടമ്പൂരാൻ.
കോടിയേരിന്റെ എവിടെയാണ് വീടുള്ളത്? സ്മാരകം പണിതില്ലേ? അമ്പോ, ഊപ്പാട് എന്തൊരു വെയില. എന്നാ വേണ്ട കഴിക്ക്? എനിക്ക് അവിടെ ഇരിക്കാം. വിശപ്പൊന്നുമില്ല. അവിടെ ഇരിക്കാം, ആ മറ്റേ സീറ്റ്. അവിടെ വെയിലായിരിക്കും. ഇവിടെ അല്ല, അടിപൊളി. അവിടെ ഇരിക്കാം. നല്ല കാറ്റ്. നമ്മള് ലൈവ് ഓടിക്കാൻ കയറിയതാട്ടാ. വലിയ വെയിലെന്നൊക്കെ പറഞ്ഞോ, കണ്ണിന്ന് പൊന്നീച്ച വാർന്നു. കൊറേ നാളായി കേൾക്കുന്നു. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പൊന്നീച്ചനെ. പൊന്നീച്ചനെ ഇപ്പൊ പാറും, അവിടെ പോയാൽ പാറും. കാണാല്ലേ? എനിക്കൊന്നും ദാഹിക്കുന്നൊന്നുമില്ല. ഞാൻ കഴിച്ചോളൂ. സോറി, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ദാഹിക്കുന്നു ഭഗിനി. ഇത് അഞ്ജനയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ അത് എനിക്ക് തന്നെ തന്നു കുറേ നാളിന് ശേഷം. പിന്നെ അത് ഞാൻ എടുത്തിട്ടു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്കിടാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഓക്ക് ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് വെറുതെ കിടക്കുന്നുണ്ടോണ്ട് ഞാൻ വെച്ച് വീട്ടിലേക്ക് എടുക്കാന്ന് വെച്ചിട്ടു. മിന്ത്രന്ന് വാങ്ങിയതാണ്. എന്താ അവര് ഇവിടെ ആരും ഇല്ലേ? അങ്ങ് പോയി പറയണോടാ. ഇവിടെ പറയണ പറയാ, ഇങ്ങനെ പിടിച്ചോ. എന്നാ വേണ്ടേ? മുസമ്പിയാ? വേണ്ട. മുസമ്പിയാണോ? വേണ്ട. വേറെ എന്താ ഉള്ളത്? ലൈമാ? മറ്റേ ഉപ്പ് സോഡ, ലൈം സോഡ. ഉപ്പും മധുര? ആ, ലൈം സോഡ. സോഡ ഇല്ലേ? സോഡ ഇല്ല. ഒരു മുസമ്പി ജ്യൂസും. മുസമ്പി ജ്യൂസും ഞാനൊരു ഫ്ലേവർ ഏതാ? മാംഗോ. അതുമാണ് വാങ്ങുന്നത്. 2 കല്ലുമ്മക്കായ തന്നെ. 2 കല്ലുമ്മക്കായും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മള് ലൈം, ഞാനെന്താ ഓർഡർ ചെയ്തത്? മുസമ്പി ജ്യൂസും ഇവിടെ പിന്നെ സർബത്ത്. ഞാനിപ്പോ വത്തക്ക ജ്യൂസ് കഴിച്ചില്ലേ ഉള്ളൂ. വിശപ്പൊന്നുമില്ല, ഭയങ്കര ദാഹമുണ്ട്. ഈ വെയിലിന്റെ ചൂടായോണ്ട് പെട്ടെന്ന് ശരീരം വെള്ളം പറ്റിപ്പോകും. ഹായ്, പേരെന്താ? ഭയങ്കര ദാഹമായിരിക്കും. എന്താ പേര്? ഋതിക. ഋതികനെ കണ്ടോ? ഋതികനെ കാണിച്ചു കൊടുത്ത്. ഋതിക പോയി. ഋതിക എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അംഗൻവാടിയിലാ? ഏതംഗൻവാടിയിലാ? ഏതംഗൻവാടിയിലാ? അമ്മയാ വന്നേ? അമ്മയും ആന്റിയും ആ? അംഗൻവാടി ടീച്ചറെ പേരെന്താ? നിവിഷയാ? സുന്ദരി മോളാണല്ലോ. സുന്ദരി മോളാണല്ലോ. അങ്ങോട്ടേക്ക് വെളിച്ചമില്ല. വൃത്തിയാക്കിയിട്ടില്ല ഇത്. ഞാനാ തുടയ്ക്കുന്നു. കൈ വെക്കാൻ പറ്റും. നിങ്ങളെ കൈ എന്തോ എടുത്തോക്ക്. എന്തോ പോലെ ഇവർക്ക് ക്ലീൻ ചെയ്തൂടെ? ഞാൻ അവിടെ വന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെയാണ് ഗൈസ്. അപ്പം നമുക്ക് ജ്യൂസൊക്കെ കുടിച്ചിട്ട് കാണാം കേട്ടോ. ജ്യൂസ് വരുന്നേ ഉള്ളൂ. കുറച്ച് നേരം ഇരുന്നിട്ട് പോവാ അല്ലേ? കഴിഞ്ഞ് ഒരു 3 മണി ആകുമ്പോൾ പോയപ്പോഴേ വെയിലത്ത് വണ്ടി ഓടിക്കാൻ കഴിയില്ല, അത്രയും നല്ല ചൂടാ. എത്ര മണിക്കൂറുണ്ട് വീട്ടിലേക്ക് കണ്ണൂരിന്ന്? കണ്ണൂരിന്ന് ഏകദേശം 2 മണിക്കൂർ. വിഷ്ണു ചേട്ടിക്ക് അതിലും കൂടുതലുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂറുണ്ട്. ചേട്ടിക്ക് ബൈക്കിൽ 1/2 മണിക്കൂർ വേണ്ട. 1/4 മണിക്കൂർ മതി. 2.5 മണിക്കൂർ പരമാവധി മതി. 2 മണിക്കൂർ മതി ശരിക്കും പറഞ്ഞു. എനിക്ക് 2 മണിക്കൂർ വേണ്ട. എനിക്ക് 2 മണിക്കൂർ വേണ്ട. മൊത്തം 2 മണിക്കൂർ ഉണ്ടാവില്ല ബൈക്കിനായോണ്ട്. 2 മണിക്കൂർ ഏകദേശം. അത്രയും ദൂരം ഉണ്ടല്ലേ? സഹിക്കാൻ വയ്യ.
നോക്കേ അപ്പൊ എന്തിനാ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ക്യാമറയില്. ഇവിടെ പുറത്തുനിന്ന് കാണല്ലേ. അവിടുന്ന് കഴിക്കാൻ വന്നിട്ട് ഇപ്പം കൊണ്ടുവരല്ലോ, അപ്പൊ നമുക്ക് കാണിച്ചു തരാം. സംഭവം വെച്ച സർബത്ത്, ഇത് ലൈമിന്റെ പീസ്, വേസ്റ്റ് എടുത്ത് ചാടിയതാണ്. പിന്നെ ഇങ്ങനത്തെ സാധനമില്ലേ, മാംഗോന്റെ ഫ്ലേവർ അല്ലേ? മാംഗോ ഫ്ലേവർ ആണ്. പിന്നെ ഇതിന്റെ ഒരു എരിവുണ്ട് മുളകിന്റെ. പിന്നെ ഈ സാധനത്തിന്റെ പേരെന്തെന്ന്, മറ്റേ മല്ലിച്ചപ്പ് പോലത്തെ സാധനം, പേര് മറന്നുപോയി. യു വാണ്ട ട്രൈ? നല്ല രസം വേടാ, കുടിച്ചു നോക്കൂ. ഇതിന്റെ കൂടെ റിവ്യൂ ചെയ്യാം. സാധാരണ ഇതിന്റെ അയ്യേ കുറച്ച് കുടിച്ചാ മതിയേ, മതി. ഗ്ലൂക്കോസ് അതുപോലെ ഇല്ല ഗൈസ്, എല്ലാരും കഴിച്ചിട്ടുള്ള സാധനമാണ്. എന്തിനാ വെറുതെ റിവ്യൂ എടുക്കുന്നത്? ഞാൻ പറഞ്ഞ എടുക്കണ്ടാവും ഗൈസ്. ഇപ്പൊ എന്നോട് വിഷ്ണുചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, കുറച്ച് ടീംസ് വരുമായിരുന്നു. അപ്പോൾ വിഷ്ണുചേട്ടൻ പറയാണ് അവരെ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ വന്ന് സെൽഫി എടുക്കുന്നു. പക്ഷെ എടുത്തില്ല ഗൈസ്. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ വിഷ്ണുചേട്ടൻ അന്ന് തന്നെ വിളിച്ചിട്ട് പറയണേ, അഞ്ചു ഞാൻ പേരാവൂർ വന്നപ്പോൾ ഒരുപാട് അവിടെ ബ്ലോക്കായിരുന്നു എന്ന്. അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്ന് എന്നെ പിന്നെ സെൽഫി എടുത്തിട്ട് പേരാവൂർ ടൗൺ ഫുള്ള് ബ്ലോക്കായി. ഇത്ര നല്ല നടക്കാത്ത സ്വപ്നങ്ങളാണ് എന്നെ വിളിച്ച് പറയുന്നതെന്നറിയാം. എനിക്ക് വേണ്ട, നിങ്ങൾ ചോദിച്ചു. ഒരു കല്ലുമ്മക്കായി തരുമോ? കല്ലുമ്മക്ക ഒന്ന് മതി. പറഞ്ഞിട്ട് 2 മണിക്കൂറായി, അപ്പൊ ഒന്ന് മതി. എനിക്ക് വേണ്ട. കഴിച്ചോ, ഇതെനിക്കിട്ട് എന്തോ പണി വരാനുണ്ടേ. കഴിച്ചോ. അയ്യോ ഒരു മണിക്കൂറൊന്നും കൂടുതൽ നമ്മൾ അവിടെ ഇരുന്നു. ഇപ്പോൾ വിഷ്ണുചേട്ടൻ എന്താ വെച്ചാൽ ടോട്ടല് 2 മൊയ്റ്റോ, ഒരു കല്ലുമ്മക്കായ, ഒരു ഈ സാധനം, പിന്നെന്തായിരുന്നു, വേറെന്തൊരു സാധനം കൂടി ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങ് പോകുന്നത്. പൈനാപ്പിള്. അമ്മ വിളിക്കുന്നു, അമ്മേനെ റീചാർജ് ചെയ്തോ. ബീച്ച് വലിയ പുലിമൂട്ട് നിർമ്മിക്കുകയാണ്. ഇവിടെയൊക്കെ ഇപ്പം കെട്ടി. എന്തെന്ന് ഇതാ അല്ല അമ്മ. ഓക്കെ ഗൈസ്, നല്ല വെയിലാണ്. ഈ തെണ്ട് എനിക്ക് തരാണ്ട് തിന്നുകൊടുക്കുകയാണ്. അപ്പം ഇത് അപകട മേഖല കേട്ടാ. ടോയ് നിർമ്മാണം നടക്കുന്നതിനാൽ ബീച്ചിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതിന്റെ ഒക്കെ പണി നടക്കുന്നത് അതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 3 മണിട്ടായി കേട്ടാ, 3 മണിട്ടായി ടൈം. ഏകദേശം വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വന്നിട്ട് കുറച്ചു നേരം കടലിൽ കളിക്കാന്ന് വിചാരിച്ചു. അഞ്ജുവിന്റെ കടലിലേക്കുള്ള ചാട്ടം, ബാഗൊക്കെ വെച്ചിട്ടുള്ള ചാട്ടാണ്. ഇത് വീണോ നോക്കണേ. എന്താ ഗൈസ്, വാവ്. വേലി ഇറക്കാൻ തോന്നുന്നു. ഫുള്ള് നനയും കേട്ടാ.
അമ്മേന്റെ കുഞ്ഞു കുട്ടികളെ ഈ വെയിലായതുകൊണ്ട് ആൾക്കാര് കുറവാട്ടാ. പിന്നെ വർക്കൊക്കെ നടക്കുന്നതായോണ്ടോ ആൾക്കാര് ഫുള്ള് കുറവല്ലേ ഇങ്ങോട്ടേക്ക്? ആൾക്കാര് കുറവാ ഇങ്ങോട്ടേക്ക് ഇപ്പൊ. ഈ ഉച്ചക്ക് ആരാ നമ്മളെ പോലെ പൊട്ടന്മാരല്ലാണ്ട് വെയില് വർക്ക് നടക്കുന്നതായോണ്ടോ? നമ്മളെ വിചാരം നമ്മള് സായിപ്പന്മാരാണ്. ഈ നട്ടുച്ചയ്ക്ക് നമ്മള് വരുന്നു. ഇതൊക്കെ വേറെ ലെവലാ വേണി. പുലിമൂട്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ഒരു MRS-ൽ 2 കുട്ടികളുണ്ട്. മാവിലാക്കടപ്പുറം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അല്ലടാ, പുലിമൂട്ട്. അതായത് മീൻസ് മറ്റേ കടലാക്രമണം തടയാൻ വേണ്ടിട്ടൊക്കെയാണ് അത് നിർമ്മിക്കുന്നത്. ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമല്ലേ, ഇങ്ങനെ ആ കടലിലേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് ലൈക്ക് എന്താ റോഡ് പോലത്തെ ഒരു സംഭവം. അതാണ് തോന്നുന്നു പുലിമൂട്ട്. കിട്ടൂല മക്കളെ. സംഭവം എന്നെ നടക്കാൻ വേണ്ടിട്ട് വന്നേട്ടാ കടൽത്തിര. നല്ല ക്ലീൻ ആണ് ഈ പ്ലേസ്. ഈ ബീച്ച് നല്ല ക്ലീൻ പ്ലേസ് ആണ്. നമ്മുടെ മറ്റേ എന്താണ് കടലിലേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ട്. ഒരു സാധനം അതുണ്ട്, അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ കാണുന്ന ഷിപ്പ് ലൈക്ക് സംഭവത്തിൽ നമുക്ക് പോകാൻ പറ്റും. ബോട്ട് റൈഡ് വേണോ? വേണ്ട, നല്ല പൈസ. 150 ഒരാൾക്ക് 300 രൂപ, രണ്ടാൾക്ക്. വെറുതെ പൈസ കളയണോ? ഒരാൾക്ക് 150. എനിക്ക് പേടിയാവുന്നേ. ചോദിക്കാൻ വേണ്ടിട്ട് വന്നാണ്. ഒരാൾക്ക് 150 അല്ലേ? നമുക്ക് വേറൊരു സംഭവം, എനിക്കിപ്പോ നല്ല ടെൻഷനാണ്. എന്താ? അയ്യോ കടലിൽ ഇയാള് ഷൂട്ടോണ്ട് നമ്മളെ പേര് എഴുതാം. പേര് ഇവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാ ഒരു പോകും. അൻവിഷ് ടോപ്സ് ആരെയ്തും പോയി ഫുള്ള് പോയി. നമ്മളെ ചാനലിന്റെ ഷെയർ ചെയ്തതാണ്. ഇപ്പം കടലമ്മ കൊണ്ടുപോകട്ടാ. അൻവിഷ് ടോപ്സ്. ധൈര്യം ഉണ്ടെങ്കിൽ വായിക്ക് അല്ലേ? ഇത് വായിച്ചാല് ഇവിടെ വരെ വെള്ളം എത്തിയാൽ നമ്മൾ 1 മില്യൺ അടിക്കും 2 വർഷത്തിന് ശേഷം. അടിക്കൂല. അത് പറഞ്ഞപ്പോ കടല് വലിഞ്ഞു പോയി. അതായത് നമ്മളെ പേര് ഗൈസ് ഇതുവരെ അയച്ചിട്ടില്ല കടലമ്മ. ഇത് ചിലപ്പം കൊണ്ടുപോയിക്കും അല്ലേ? ഇല്ല 1 മില്യൺ അടിക്കുന്ന പറഞ്ഞോണ്ട് കടലമ്മ സത്യത്തിന്റെ വശത്താണ്. എത്തിയിട്ടില്ല, അടുത്തതിനെത്തായിരിക്കും കേട്ടാ. ഇതെത്തു മയക്കാനാവുന്നില്ല ഗൈസ്. അതൊക്കെ ആഴം ഉണ്ടാവും അല്ലേ? ഇത്
ഫോട്ടോ എടുക്കാനാ? അതിന് പറ്റും. പേര് ഇതുവരെ പോയിട്ടില്ലല്ലേ? ഇത് കൊണ്ടുപോകുമായിരിക്കും, ഇടി പൊട്ടുന്ന പോലെ. കൊണ്ടുപോയിട്ടില്ല. ഓ വായിച്ചേ. അത് വായിച്ചു ഗൈസ്. അൻവിഷിന്റെ നിഴല് മാത്രം ഉണ്ടല്ലേ? വായിച്ചു കളഞ്ഞു ഗൈസ്. കുറച്ചുകൂടി കട്ടിയില്ലേ ഇതിന്റെ? കട്ടിയില്. എഴുതുമ്പോഴേക്ക് വായിച്ചു കളിയാക്കി. എഴുതുമ്പോഴേക്ക് വായിച്ചു കളിയാ. അടുത്തെത്തി. കഴിഞ്ഞാ? യെസ്. ഇവിടുന്ന് ഇങ്ങനെ വന്നെടുക്ക്. ഇവിടുന്ന് ഇങ്ങനെ വന്നെടുക്ക്. അയ്യോ ഇതിപ്പോ വായിച്ചു അല്ല ഷൂലാവും. കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എൻ്റെ ഒരു ഡൗട്ട്, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നിങ്ങളെ ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ 500 വരും. ഈ കടൽ കടിക്കൂ. ഈ കടലിന്റെ പേരെന്ത്? പയ്യാമ്പലം ബീച്ചിലെ ഈ കടലിന്റെ പേരെന്ത്? അറബിക്കടൽ. അറബിക്കടലാ? അറബിക്കടലല്ലേ? എന്നാൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ എന്ത് തരുന്നു പറഞ്ഞു? ഒന്നും തരുന്നു പറഞ്ഞില്ല. 500 തരും എന്ന് പറഞ്ഞു. 500 എന്തുവാ? 500 മണ്ണ്, 500 പഞ്ചസാര ഞാൻ തരും. അപ്പൊ നമ്മള് ലാസ്റ്റ് വന്നത് പയ്യാമ്പലം ബീച്ചിലാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മളെ എന്താ പറയാ, ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നേരത്തെ വീട്ടിലേക്ക് എത്തണം. നമ്മളെ കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് പോയിട്ട് ഞണ്ടോ അല്ല. അപ്പൊ
ഇപ്പൊ വീഡിയോ ചെയ്യണമെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ. ബൈ.